ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്റ്റർ സ്പേസ് എന്താണെന്നുള്ളതായിരുന്നു ഡിഫൈൻ ചെയ്തത്. അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് R2 ആയിട്ട് എടുക്കുക. R2 എന്ന് പറയുന്നത് നമ്മൾ അതായത് ഇങ്ങനെയാണ് R2 എന്ന് പറയുന്നത്. R2 എന്ന് പറയുന്നത് R ക്രോസ് R ആണ് ഇത് വരിക, R2 വരിക. അപ്പോൾ R ക്രോസ് R എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ആറിലും സെക്കൻഡ് എലമെൻറ്റും ഏതിൽ തന്നെ വരുന്നത്, ആറിൽ വരുന്നത്. അതായത് ഒരു ഓർഡേർഡ് പെയർ ആയിട്ടാണ് ഇതിൽ വരിക, ആർ ക്രോസ് ആറിൽ എലമെൻറ്റ്സ് വരിക. സെറ്റ് ഓഫ് ഓൾ XY എന്നുള്ള ഫോമിൽ, അതായത് ആദ്യത്തെ എലമെൻറ്റും ആറിൽ തന്നെ, രണ്ടാമത്തെ എലമെൻറ്റും ആറിൽ തന്നെ. ആർ എന്ന് പറയുന്നത് എന്താണ്, റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് വരുന്നത്. ഓക്കെ, ഫോർ എനി x1, x2, y1 by 2 belongs to R2 and any real number alpha define x1, x2 plus y1 by 2 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടുത്തെ പ്ലസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് കോർഡിനേറ്റ് വരുന്നത് x1 പ്ലസ് y1. രണ്ടാമത്തെ കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് കോർഡിനേറ്റ്, അതായത് x2 പ്ലസ് y2. ഇതാണ് നമ്മുടെ വെക്റ്റർ അഡിഷൻ വരുന്നത്. ആൻഡ് ആൽഫ ഓഫ് x1, x2 എന്ന് പറയുന്നത് ഈ ഓരോ ടേമിനെയും ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ x1, ആൽഫ x2. ഓക്കെ, ഇത് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ 10 ആക്സിയംസ് ആണുള്ളത്. 5 ആക്സിയംസ് നമ്മൾ ഏതിന് വേണ്ടിയിട്ടാണ്, വെക്റ്റർ അഡിഷന് വേണ്ടിയിട്ടും 5 എന്ന് പറയുന്നത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആദ്യത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ആദ്യത്തെ ആക്സിയം എന്ന് പറയുമ്പോൾ എന്താണ്, അത് ക്ലോസ്ഡ് ആണോ നോക്കുക. ക്ലോസ്ഡ് ആണോ നോക്കുക, ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു R2 എന്നുള്ള സെറ്റിലുണ്ടോ നോക്കുക. അപ്പോൾ നമുക്കറിയാം, സിൻസ് x1 plus y1, x2 plus y2 എന്ന് പറയുന്നത് എന്താണ്, ഈ x1 plus y1, x2 plus y2 എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് പെയർ തന്നെയല്ലേ, ഏതിലുള്ള R2ലുള്ള ഓർഡേർഡ് പെയർ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് R2ൽ വരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ഏത് രണ്ട് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സമ്മ്, അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അത് R2ലുണ്ട്. അപ്പോൾ എന്താണ്, ഇത് ഫസ്റ്റ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി രണ്ടാമത്തെ ആക്സിയം എന്ന് പറയുമ്പോൾ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, നമ്മൾ രണ്ട് എലമെൻറ്റ് നമ്മളവിടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് x1, x2, അതേപോലെ തന്നെ y1, y2 ആണ് രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ x1, x2 പ്ലസ് y1, y2. അപ്പോൾ നമ്മൾ ഈ ഒരു വെക്റ്റർ അഡിഷൻ വെച്ചിട്ട് നമുക്ക് ഈ x1, x2 പ്ലസ് y1, y2നെ നമുക്ക് എങ്ങനെ എഴുതാം, x1 പ്ലസ് y1, x2 പ്ലസ് y2 എന്ന് എഴുതാം. നമുക്കറിയാം ഈ x1 x2 ഒക്കെ ഏതിലുള്ള എലമെൻ്റാണ്, ആറിലുള്ള എലമെൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ R ഓൾറെഡി ഒരു വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ x1 പ്ലസ് y1നെ എനിക്ക് എങ്ങനെ എഴുതാം, y1 പ്ലസ് x1 എന്ന് എഴുതാം. അതേപോലെ തന്നെ y2 പ്ലസ് x2 എന്ന് എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. കാരണം ഈ R എന്ന് പറയുന്നത് എന്താണ്, വെക്റ്റർ സ്പേസ് ആണ് നമുക്ക് തന്നതുകൊണ്ടാണ്, അറിയാവുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് നേരെ തിരിച്ചിടാൻ പറ്റും, y1 പ്ലസ് x1, y2 പ്ലസ് x2. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ y1, y2 പ്ലസ് ഓർഡേർഡ് പെയർ x1, x2 നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, x1, x2 പ്ലസ് y1, y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1, y2 പ്ലസ് x1, x2 ആണ്. അതായത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, സെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഏത് വരുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ഏതാണ്, ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക, 3 എലമെൻറ്റ്സ് അസോസിയേറ്റീവ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 3 എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ 3 എലമെൻറ്റ്സ് എടുക്കുക. ദാറ്റ് മീൻസ് x1, x2, y1, y2, z1, z2. ഇങ്ങനെ 3 എലമെൻറ്റ്സ് ആണ് ഏതിലുള്ളതായിട്ട് എടുക്കുന്നത്, R2ലുള്ള 3 എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്, ആദ്യത്തെ എലമെൻറ്റ് x1, x2 പ്ലസ് ഓർഡേർഡ് പെയർ y1, y2 പ്ലസ് z1, z2 എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടണം.
ഇവിടെ ഇപ്പോൾ ആദ്യത്തെ എലമെന്റ് അങ്ങനെ തന്നെ വെച്ചു, രണ്ടാമത്തെ എലമെന്റും മൂന്നാമത്തെ എലമെന്റും ഒരുമിച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്യുക, ശേഷം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ വെക്റ്റർ അഡിഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? x1 x2 പ്ലസ് ഇത് രണ്ട് ഓർഡേർഡ് പെയർ ആഡ് ചെയ്യുന്നതല്ലേ, അപ്പോൾ എന്താ വരിക? y1 പ്ലസ് z1 y2 പ്ലസ് ഇവിടെ y1 പ്ലസ് z1 പ്ലസ് ഇവിടെ എന്ത് വരും? സോറി, y1 പ്ലസ് z1 y2 പ്ലസ് z2 വരും. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇത് ഫസ്റ്റ് എലമെന്റ്, ഈ ഒരു ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ് ആണ് ഏത് വരുന്നത്? ഈ x1 എന്നുള്ളത് വരുന്നത്. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ് ഈ ഒരു ഓർഡേർഡ് പെയറിൽ. ഇനി ഈ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണ് വരുന്നത്? ഈ y1 പ്ലസ് z1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ x1 പ്ലസ് y1 പ്ലസ് z1. അതേപോലെ തന്നെ രണ്ടാമത്തെ ഏതാണ്? x2 ആണ് സെക്കൻഡ് എലമെന്റ് വരുന്നത്. ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് y2 പ്ലസ് z2. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? x2 പ്ലസ് y2 പ്ലസ് z2 എന്ന് നമുക്ക് എഴുതാം. ഇനി അഗെയിൻ ഈ x1 y1 z1 ഇതൊക്കെ ആറിലുള്ളതാണ്, അതായത് റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സ് ഓൾറെഡി നമ്മൾ ഒരു വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? അസോസിയേറ്റീവ് ആണ് വരിക. അസോസിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? x1 പ്ലസ് y1 പ്ലസ് z1 എഴുതുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അടുത്ത് എന്ത് എഴുതാം? x2 പ്ലസ് y2 പ്ലസ് z2. ഈ ഒരു ഫോമിൽ നമുക്ക് ഓർഡേർഡ് പെയറിനെ നമുക്ക് മാറ്റി എഴുതാം. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ x1 പ്ലസ് y1 പ്ലസ് z1, ഇവിടെ എന്താണ്? x2 പ്ലസ് y2 പ്ലസ് z2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് ഓർഡേർഡ് പെയർ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? which is equal to ഇവിടെ ഇപ്പം x1 പ്ലസ് y1 പ്ലസ് z1 x2 പ്ലസ് y2 പ്ലസ് z2 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ x1 പ്ലസ് y1 ഓൾറെഡി കിട്ടി, x2 പ്ലസ് y2 ഓൾറെഡി കിട്ടി. അപ്പോൾ ഇതിനെ എനിക്ക് ആദ്യം തന്നെ എങ്ങനെ മാറ്റി എഴുതാം? ഇത് ഈസ് ഈക്വൽ ടു x1 ordered pair x1 x2 plus ordered pair y1 y2 ordered pair x1 x2 plus ordered pair y1 y2 അത് ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതുക? പ്ലസ് z1 z2 നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് x1 x2 പ്ലസ് y1 y2 പ്ലസ് z1 z2 എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടി? x1 x2 പ്ലസ് y1 y2 പ്ലസ് z1 z2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഇത് ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? വിച്ച് ഇംപ്ലൈസ് ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. അഡിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ ആക്സിയം വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതായിരുന്നു? ഒരു സീറോ വെക്റ്റർ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ആക്സിയം സീറോ വെക്റ്റർ. സീറോ വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 0 is equal to 0 0. ഇത് ഏതിലുള്ളതാണ്? R2ലുള്ള എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതാം? ഫോർ എനി x1 x2 belongs to R2. ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ എഴുതാം? x1 x2 പ്ലസ് 0 0 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിക്കൂടെ? x1 പ്ലസ് 0 x2 പ്ലസ് 0 വിച്ച് മീൻസ് x1 പ്ലസ് 0 എന്ന് പറയുന്നത് x1, x2 പ്ലസ് 0 എന്ന് പറയുന്നത് x2. ഇതേ സാധനം തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 0 പ്ലസ് x1 x2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു സീറോ വെക്റ്റർ നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഏത് പ്രോപ്പർട്ടി? നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 0 0 എന്ന് പറയുന്നതാണ് ഏത് വരുന്നത്? സിമ്പിളായി 0 0 ഈസ് എ സീറോ വെക്റ്റർ. ഓക്കെ, അപ്പം നാലാമത്തെ കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ അഞ്ചാമത്തേലേക്ക് പോകാം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നെഗറ്റീവ് വെക്റ്റർ. നെഗറ്റീവ് വെക്റ്റർ എന്ന് പറയുന്നത് ഞാൻ ഒരു വെക്റ്റർ ചൂസ് ചെയ്യുക. x1 x2 എന്ന് പറയുന്നത് R2ലുള്ള എലമെന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൈനസ് എടുക്കുക. -x1 -x2 ഏതിലുണ്ടാവും? R2-ലുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താ ആഡ് ചെയ്ത് കൊടുക്കുക. x1 x2 പ്ലസ് -x1 -x2 = അപ്പോൾ ഓർഡേർഡ് പെയർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് എലമെന്റ് രണ്ടെണ്ണം കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ എലമെന്റ് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എലമെന്റ് എന്താ വരിക? x1 പ്ലസ് -x2, അതായത് x1 -x2 വരും. അടുത്തത് എന്ത് വരും? x2 -x2 x1 മൈനസ്, ഇവിടെ x1 ആണ് വരുന്നത്, x1 - x1. അപ്പോൾ 0 0 ആണ് എന്ത് വരുന്നത്? ഈ ഒരു വാല്യൂ വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? -x1 -x2 ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് -x1 -x2 പ്ലസ് x1 x2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരിക? ഓർഡേർഡ് പെയർ 0 0 തന്നെയാണ് വരിക. വിച്ച് ഇംപ്ലൈസ് ഏത്? നമ്മൾ അഞ്ചാമത്തെ പ്രോപ്പർട്ടി, അതായത് വെക്റ്റർ അഡീഷൻ്റെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ദാറ്റ് മീൻസ് -x1 -x2 ആണ് ഏത് വരുന്നത്? ഈസ് ദി നെഗറ്റീവ് വെക്റ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈസ് ദി നെഗറ്റീവ് വെക്റ്റർ. അപ്പോൾ വെക്റ്റർ അഡീഷൻ്റെ 5 ആക്ഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ ഏതിലേക്ക് പോവുക? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുക. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ അതും 5 ആക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഫയോ അല്ലെങ്കിൽ കെയോ ഏതാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണെന്ന് വിചാരിക്കാം. ആൽഫ നമ്മൾ റിയൽ നമ്പറോ ഏതെങ്കിലും ആയിക്കോട്ടെ, ആൽഫ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എടുക്കുക. അപ്പം ആൽഫ x1 ആൽഫ x2 ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആൽഫ x1 ഏതിലുണ്ടാവും? ഇത് ഒരു ഓർഡേർഡ് പെയർ ആണ് വരുന്നത്. ഇത് R2 എന്നുള്ളതിൽ ഉണ്ടാവും. R2 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ആക്സിയം, അതായത് എന്താണ്? ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആദ്യത്തെ ആക്സിയം സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആദ്യത്തെ ആക്സിയം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തേതിലേക്ക് പോവാം. രണ്ടാമത്തെ എന്താ വരുന്നത്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതായത് 6 7 ആ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ സെവൻത്ത് വൺ ആണ്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് ലെറ്റ് ആൽഫ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണെന്ന് എടുക്കുക. ലെറ്റ് ആൽഫ ബിലോങ്സ് ടു R ആൻഡ് x ഈക്വൽ ടു അല്ലെങ്കിൽ x1 x2 y1 y2 രണ്ട് എലമെന്റ്സ് ഏതിലുള്ള എടുക്കുക? R2-ലുള്ള രണ്ട് എലമെന്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഇടണം? ആൽഫ ഓഫ് x1 x2 പ്ലസ് y1 y2 എന്ന് പറയുന്നത് ഇത് നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് എഴുതി കൺവേർട്ട് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു, ഇതൊരു രണ്ട് ഓർഡേർഡ് പെയർ ആണ്. ഓർഡേർഡ് പെയർ ആഡ് ചെയ്യാണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്സ് ആഡ് ചെയ്യുക, രണ്ടാമത്തെ എലമെന്റ്സ് പിന്നെ ആഡ് ചെയ്യുക. അതായത് x1 പ്ലസ് y1 ഇതാണ് ആദ്യത്തെ എലമെന്റ് വരിക. ഏത് വരും? x2 പ്ലസ് y2. ഓക്കെ, ഇത് ഇസ് ഈക്വൽ ടു, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു x1 പ്ലസ് y1 ആൽഫ ഇൻറ്റു x2 പ്ലസ് y2. ഈ ഒരു ഫോമിൽ നമുക്കിതിനെ എഴുതാൻ പറ്റും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഓരോ നമ്പേഴ്സ് ആയിട്ടാണ് വരുന്നത്, അതായത് ആറിലുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ x1 പ്ലസ് ആൽഫ y1 ആൽഫ x2 പ്ലസ് ആൽഫ y2. അതായത് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ x1 ആൽഫ x2 പ്ലസ് അടുത്ത എങ്ങനെ എഴുതാം? ആൽഫ y1 ആൽഫ y2. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ, ഇതിങ്ങനെയാണ് വരുന്നത്. അതായത് രണ്ട് എലമെന്റ്സ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇത് ആൽഫ x1 ആൽഫ y1 പ്ലസ് ആൽഫ x2
ആൽഫ y2 ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ പുറത്തേക്ക് എടുത്ത് എഴുതാം. ആൽഫ x1 y1 പ്ലസ് ആൽഫ x2 y2. കാരണം രണ്ടിലും ഏത് കോമൺ ആണ്? ആൽഫ കോമൺ ആണ്. അപ്പോൾ ആൽഫ x1 y1 പ്ലസ് ആൽഫ x2 y2 എന്ന് എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കി നോക്കുക. എന്താണ്? ആൽഫ ഓഫ് x1 x2 പ്ലസ് y1 y2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്? ആൽഫ ഇൻറ്റു x1 y1 പ്ലസ് ആൽഫ ഇൻറ്റു y1 y2. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. നേരത്തെ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? k ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? കെ എക്സ് പ്ലസ് കെ വൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏഴാമത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറഞ്ഞത്. സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ പക്ഷേ R2 ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വരിക? ഓർഡേർഡ് പെയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. അത് ഏഴാമത്തത്. നെക്സ്റ്റ് എന്തെടുക്കുക? which implies ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി. ആൽഫ ഓഫ് x1 y1 എന്നുള്ള ഫോമിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റന്റ് എടുക്കുക. ആൽഫയും ബീറ്റയും ആറിലുള്ളതാണെന്ന് വിചാരിക്കാം. ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു ആർ. ഇനിയിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x1 x2 എന്ന് പറയുന്നത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x1 ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x2. ഓക്കെ, ഇതൊരു ഓർഡേർഡ് പെയർ ആയിട്ടാണ് ഉള്ളത്. സ്ക്വയർ ബ്രാക്കറ്റ് ഇടേണ്ട, ഓർഡേർഡ് പെയർ ആയിട്ട് തന്നെ നമ്മൾ എഴുതുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഓഫ് x1 y1. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ആൽഫ x1 പ്ലസ് ഇതിനെങ്ങനെ എഴുതാം? ബീറ്റ x1. ഓക്കെ, അടുത്ത എങ്ങനെ എഴുതാം? ആൽഫ x2 പ്ലസ് ബീറ്റ x2. ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാം? ആൽഫ x1 ആൽഫ x2 പ്ലസ് ബീറ്റ x1 ബീറ്റ x2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് ആൽഫ കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പോൾ ആൽഫ x1 x2 പ്ലസ് അടുത്ത എന്താ വരിക? ബീറ്റ ഓഫ് x1 x2. ഇത് നോക്കി നോക്കുക. ഇത് സെയിം ആൽഫ പ്ലസ് ബീറ്റ ഓഫ് x1 x2 എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കിട്ടി? ആൽഫ ഓഫ് x1 x2 പ്ലസ് ബീറ്റ ഓഫ് x1 x2. അതല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആൽഫ ഓഫ് x1 x2 പ്ലസ് ബീറ്റ ഓഫ് x1 x2. ഇവിടെ ഇപ്പോൾ ഓർഡേർഡ് പെയർ ആയതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. എന്താണ്? നമ്മൾ ആൽഫ ബീറ്റ ഏതിലുള്ളതാണെന്ന് എടുക്കുക? ആറിലുള്ളതാണെന്ന് എടുക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുക. ലെറ്റ് x1 x2 ബിലോങ്സ് ടു R2. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആൽഫ ഓഫ് ബീറ്റ x1 x2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഓഫ് ബീറ്റ x1 ബീറ്റ x2. ഇത് എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ആൽഫ ഇൻറ്റു ബീറ്റ x1 ബീറ്റ x2 വരും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് അഗെയിൻ ഓർഡേർഡ് പെയർ ആയിട്ട് എന്ത് എഴുതാം? ആൽഫ ബീറ്റ x1 ആൽഫ ബീറ്റ x2. ഈ ഒരു ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാം? ഇത് രണ്ടും എന്ന് പറയുന്നത് സ്കേലാറാണ് വരുന്നത്. അപ്പോൾ ആൽഫ ബീറ്റ x1 ആൽഫ ബീറ്റ x2 ഇങ്ങനൊരു ഓർഡേർഡ് പെയർ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ആൽഫ ബീറ്റ കോമൺ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ബ്രാക്കറ്റിൽ x1 x2. ഓക്കെ, അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ആൽഫ ഓഫ് ബീറ്റ x1 x2 എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ ഓഫ് x1 x2. അതായത് നമ്മൾ രണ്ട് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഓർഡേർഡ് പെയർ എഴുതി കഴിഞ്ഞാലും ഈ ഓർഡേർഡ് പെയറിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോൺസ്റ്റൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ടാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഏത് 9ാമത്തെ പ്രോപ്പർട്ടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പം
നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ V is equal to R2 എന്നുള്ളത് ഒരു വെക്റ്റർ സ്പേസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വെക്റ്റർ സ്പേസ് ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ 10 ആക്സിയംസ് ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് എന്തറിയാം, 1 എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആണ്. അതായത് 10ാമത്തെ ആക്സിയം അല്ലെങ്കിൽ 5ാമത്തെ, എങ്ങനെ എഴുതിയാലും പ്രശ്നം വരുന്നില്ല. ഓക്കെ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ 5ാമത്തെ ആക്സിയം 1 ബിലോങ്സ് ടു R ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു x1 x2 എന്ന് പറയുന്നത് 1 ഇൻറ്റു x1 x2 എന്ന് പറയുന്നത് 1 ഇൻറ്റു x1 1 ഇൻറ്റു x2 ആണ്. ഇത് ഈസ് ഈക്വൽ ടു 1x1 എന്ന് പറയുന്നത് x1 x2. അതായത് 1 എന്ന് പറയുന്നത് എന്തായിട്ടാണ്, അതായത് ഒരു 1 ഉള്ള വെക്ടർ 1 ഉള്ള സ്കെലാർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ 1 ഇൻറ്റു x1 x2 എന്ന് പറയുന്നത് എന്താണ്? x1 x2 ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? Thus R2 satisfies all the axioms. ഒരു വെക്റ്റർ സ്പേസ് ആവാനുള്ള എല്ലാ ആക്സിയംസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. all the axioms of vector space and hence R2 over R is a vector space. R2 over R എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു R2 over R എന്നൊക്കെ പറഞ്ഞു. R2 over R എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ R2 over R എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് വണ്ണിലുള്ളതാണ് നമ്മൾ ഏതായിട്ട് ചൂസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ കുറേ കോൺസ്റ്റൻസ് ഒക്കെ എടുക്കുന്നില്ലേ, ആ കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ ഈ രണ്ടാമത്തെ ഇതിലുള്ളതാണ് നമുക്ക് വരേണ്ടത്. R2 എന്ന് പറയുന്നത് നമ്മൾ ഈ വെക്റ്റർ അഡിഷനൊക്കെ ചെയ്യുന്ന, അതായത് ഇവിടെ എന്താണ്, ഓർഡേർഡ് പെയർ ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അതൊന്ന് നല്ലോണം ഒന്ന് നോക്കി നോക്കുക. ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇനി ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.